ഹലോ. ഇന്ന് നമുക്ക് ചൂരമീനാണ് കിട്ടിയത്. ഇതെങ്ങനെയാണ് മുളകിട്ട് കറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അതിനുശേഷം കുറച്ച് കുടംപുളി എടുക്കണം. കുടംപുളി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വെക്കണേ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. അങ്ങനെ കറി വെക്കുകയാണെങ്കിൽ നമുക്ക് പുളിയൊക്കെ ആ സമയം തന്നെ കറി വെക്കുമ്പോൾ നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസമല്ലേ പുളിയും മുളകും ഉപ്പും ഒക്കെ ചേർന്ന് മീൻകറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്ക്. ഇങ്ങനെ കറി വെച്ചാൽ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ തന്നെ അതിന് നല്ല പുളിയും ഉപ്പും എരിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവുകയും. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ആദ്യം തന്നെ നമ്മൾ പുളിയൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അതിനുശേഷം നമ്മൾ കറി വെക്കുന്ന ചട്ടി എടുക്കുക, അടുപ്പത്തേക്ക് വെക്കുക, ഫ്ലെയിം ഓണാക്കുക. ഫ്ലെയിം ഓണാക്കി ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. കടുകും ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി, ഒരു 4-5 കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചതച്ചും ചേർക്കാം. അങ്ങനെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി അതൊന്ന് മൊരിയിച്ചെടുക്കണം. ഒരുപാടൊന്നും മൊരിയിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുളി തിളപ്പിക്കാൻ വെച്ചില്ലേ, ആ വെള്ളവും പുളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് അതൊന്നിളക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് ഒരു കുഞ്ഞ് തക്കാളി അതുകൂടി ചേർത്ത് കൊടുത്ത് അതങ്ങ് മൂടി വെക്കുക. മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന മീനുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മീൻ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മുടെ മീനൊക്കെ ഒന്ന് മുങ്ങി നിൽക്കണം. ആ രീതിയിൽ ഒന്നാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തവി അതിലേക്ക് തൊടാനേ പാടില്ല. തവി മാറ്റി വെക്കുക. അതിനുശേഷം അതങ്ങ് മൂടി വെക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. അത് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കണം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റി മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.